നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂവും അതുപോലെ തന്നെ റിഡംഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചെറിയ ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ, കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ കമ്പനിക്ക് ആ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് അതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോസ് ആണ്. ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. ഈ ലോസിനെ കമ്പനി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഡിസ്കൗണ്ടിനെ കമ്പനി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഈ ഒരു അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അത് റിഡംഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് റിഡംഷനുമായി കണക്ട് ചെയ്തിട്ടാണ് അതിന്റെ ഈ ലോസും അതുപോലെ തന്നെ ഡിസ്കൗണ്ടിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, കമ്പനി റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്കൗണ്ട്, ഇപ്പൊ കമ്പനി ഡിസ്കൗണ്ടിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് കമ്പനി സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. ഈ ലോസ് കമ്പനി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ഈ ലോസ് എന്ന് പറയുന്നത്, അപ്പൊ എഴുതിയത് ഞാൻ ഓരോ കള്ളിയിലാക്കിയിട്ട് എഴുതിയിട്ടുള്ളത് നോക്കി വെക്കാം. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ലോസ് ഇൻകേർഡ് അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട്. കമ്പനി ഡിബഞ്ചർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ലോസ് ആണ്, ക്യാപിറ്റൽ ലോസ് ആണ് എന്ത് ഈ പറയുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ലോസ് എന്താ, ദിസ് ലോസ് ഷുഡ് ബി റിട്ടേൺ ഓഫ് ഇൻ ദി ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം. കമ്പനി എന്ത് ചെയ്യും, ഈ നഷ്ടത്തെ പരമാവധി എത്രയാണോ കുറഞ്ഞ ടൈമിനുള്ളിൽ എന്ത് ചെയ്യും, അതിനെ എഴുതി തള്ളും, റൈറ്റ് ഓഫ് ചെയ്യും. ഇനി അവിടെ അടുത്തത് ശ്രദ്ധിക്കുക, ഇത് എങ്ങനെയൊക്കെ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ഓഫ് ബൈ ഡെബിറ്റിംഗ് ഇറ്റ് ടു സെക്യൂരിറ്റി പ്രീമിയം ഓർ ക്യാപിറ്റൽ. ഒന്നുകിൽ കമ്പനിയുടെ സെക്യൂരിറ്റി പ്രീമിയം, അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, അത് ഉപയോഗിച്ചുകൊണ്ടോ ക്യാപിറ്റൽ റിസർവ് ഉപയോഗിച്ചുകൊണ്ടോ എന്ത് ചെയ്യും, അത് ഡെബിറ്റ് ചെയ്തിട്ട് അതിനെ ഒഴിവാക്കും. അല്ലെങ്കിൽ ചാർജ് ദിസ് ലോസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓവർ ദി ലൈഫ് ടൈം ഓഫ് ദി ഡിബഞ്ചർ. ആ ഡിബഞ്ചറിന് എത്ര കാലാവധി ഉണ്ടോ, ആ ഡിബഞ്ചർ നമ്മൾ റിഡംഷൻ നടത്താൻ, തിരിച്ചു കൊടുക്കാൻ എത്ര കാലാവധി ഉണ്ടോ ആ കാലാവധി വരെ അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇനി അത് നമ്മൾ വേറെ രീതിയിൽ പഠിക്കാം. മെത്തേഡ്സ് ഓഫ് റിട്ടേൺ ഓഫ് നമ്മൾ പറഞ്ഞു, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് വഴി എന്ത് ചെയ്യാം, അതിനെ റിഡംഷൻ നടത്താം, റൈറ്റ് ഓഫ് ചെയ്യാം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് സാധാരണയായിട്ട് കമ്പനി ഉപയോഗിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതി തള്ളുകയാണ് ചെയ്യാറ്. അത് രണ്ട് മെത്തേഡ് ഉണ്ട്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും അതുപോലെ തന്നെ വാരിയബിൾ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും. രണ്ട് മെത്തേഡാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും വാരിയബിൾ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും. ഒരൊറ്റ ജേണൽ എൻട്രി ഇതിൽ വരുന്നുള്ളൂ, അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ ഈ എഴുതി തള്ളുന്ന റൈറ്റ് ഓഫ് ചെയ്യുന്ന ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇത് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ഓരോ ഇയർ വൈസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ജേണൽ എൻട്രി എഴുതുന്നു. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ദി എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഈക്വലി അപ്പോർഷൻഡ്. അതാണ് ഇവിടെ ഡിസ്കൗണ്ട് എത്രയാണോ എന്ന് കണ്ടുപിടിച്ച് അതിന്റെ ആ ഡിബഞ്ചറിന്റെ കാലാവധി, ഇപ്പൊ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കടപ്പത്രമാണ്, അത് ഏത് വർഷം, അത് ഇത്ര വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അത്രയും കാലാവധിക്കുള്ളിൽ അത് ഈക്വലി അതിനെ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് അപ്പോർഷൻ ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ഓരോ വർഷവും ഓരോ ഈക്വൽ എമൗണ്ട്, ഒരു ലംസം എമൗണ്ട് കമ്പനി എന്ത് ചെയ്യും, തിരിച്ച് റൈറ്റ് ഓഫ് ചെയ്യും. മനസ്സിലായല്ലോ, ആ നഷ്ടം റൈറ്റ് ഓഫ് ചെയ്യും. ഇനി അത് വെച്ച് നമുക്കൊരു ചോദ്യം നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 ഡിബഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% റീപേയബിൾ അറ്റ് ദി എൻഡ് ഓഫ് 5 ഇയർ. കമ്പനി 20,000 ഡിബഞ്ചർ 5% ഡിസ്കൗണ്ട്, 20,000 രൂപയുടെ ഡിബഞ്ചർ, ഇവിടെ ഫേസ് വാല്യൂ തന്നിട്ടില്ല, 20,000 രൂപയുടെ ഡിബഞ്ചർ 5% ഡിസ്കൗണ്ടിൽ എൻഡ് ഓഫ് 5 ഇയേഴ്സ്, അത് കൊടുക്കുന്നത് 5 വർഷം കൊണ്ടാണ് അവർ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ജസ്റ്റ് അതിന്റെ കാര്യങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ്, 20,000ന്റെ 5%, അതായത് 1000 രൂപയാണ് അല്ലെ. 1000 രൂപയാണ് ടോട്ടൽ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്. ഇനി അത് വർഷം 5 വർഷം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 5 വർഷം വെച്ച് കൊടുക്കുമ്പോൾ 1000 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 200. അപ്പൊ ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, നാലാമത്തെ വർഷം, അഞ്ചാമത്തെ വർഷം എന്ത് ചെയ്യും, 200 രൂപ വെച്ചിട്ട് കമ്പനി എന്ത് ചെയ്യും, അത് റൈറ്റ് ഓഫ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് റൈറ്റ് ഓഫ് ചെയ്യും. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, അത് ഉപയോഗിച്ചിട്ടാണ് കമ്പനികൾ സാധാരണയായിട്ട് ചെയ്യാറ്. അപ്പൊ നമുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി നമുക്കറിയാം, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ ആ എമൗണ്ട് അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് വർക്കിംഗ് നോട്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അതിൽ 1000 രൂപയാണ് ഡിസ്കൗണ്ട്. ടോട്ടൽ ഡിസ്കൗണ്ട് 1000 രൂപയാണ്. 19,000 ബാങ്കിലേക്ക് കിട്ടുന്നു, ടോട്ടൽ 20,000 രൂപേന്റെ ഡിബഞ്ചറിൽ 1000 രൂപയാണ് എന്ത് വരുന്നത്, ഡിസ്കൗണ്ട് വരുന്നത്. ഈ ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ട് വരയ്ക്കുകയാണ്. ഡിസ്കൗണ്ട് അക്കൗണ്ട് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഫസ്റ്റ് എഴുതിയ ജേണൽ എൻട്രി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നു നേരത്തെ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിബഞ്ചറിന്റെ ജേണൽ എൻട്രി ആദ്യത്തെ നമ്മൾ കൊടുക്കുകയാണ്. 1000 രൂപ നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്തപ്പോൾ ഉണ്ടായ ലോസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. അറിയാലോ, സാധാരണ ജേണൽ എൻട്രിയിൽ നിന്ന് ലെഡ്ജർ എടുത്ത് എഴുതുന്ന പോലെ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ആ വർഷം അവസാനം ഫസ്റ്റ് ഇയർ, ഇവിടെ ഇയർ ഏതാണെന്നൊന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന് കൊടുത്താൽ മതി. ഫസ്റ്റ് ഇയറിൽ നമ്മൾ എത്ര പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതി തള്ളുന്നു അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നു, 200 രൂപ നമ്മൾ ഫസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നു. അല്ലെ, 200 വെച്ചിട്ട് 5 വർഷമാണ്. അങ്ങനെയാണ് 1000 രൂപ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ 200 രൂപ വെച്ചിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇനി അത് ബാലൻസ് ചെയ്യുക. ഇനി അപ്പൊ ആ വർഷം കഴിഞ്ഞു, ബാലൻസ് ചെയ്യാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 മെത്തേഡ് അല്ലെങ്കിൽ 2 മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിച്ചും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ചും. മനസ്സിലായല്ലോ. അപ്പൊ ഈ മെത്തേഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ ചാർജ് ചെയ്തുകൊണ്ടാണ് മിക്ക കമ്പനികളും എന്ത് ചെയ്യാറ്, ഈ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. കൂടുതലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഓരോ വർഷവും ഓരോ ചെറിയ എമൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, അത് റൈറ്റ് ഓഫ് ചെയ്യും. മനസ്സിലായല്ലോ. അങ്ങനെയാണ് സാധാരണ കമ്പനികളെല്ലാം ചെയ്യാറ്. അതുകൊണ്ട് അതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ തന്നെ 2 മെത്തേഡ് ഉണ്ട്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും അതുപോലെ തന്നെ വേരിയബിൾ ഇൻസ്റ്റാൾമെന്റ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ പേരിൽ തന്നെ മനസ്സിലാവും എന്താണ്, ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ 200 രൂപയാണ് ആ ഫിക്സഡ് എമൗണ്ട്. അപ്പൊ നോക്കി നോക്കാം, ആദ്യത്തെ വർഷം നമ്മൾ കണക്കിലേക്ക് പോവാം. ആദ്യത്തെ വർഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 200 രൂപ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. ബാലൻസ് നമുക്ക് 800 രൂപ വന്നു. ആ 800 അടുത്ത വർഷത്തേക്ക് ബ്രോട്ട് ഡൗൺ. ഒക്കെ നമുക്കറിയാം, നമ്മൾ എന്താ പറയാ, മെഷീനറി അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള, +1 പഠിച്ചിട്ടുള്ള രീതിയിൽ ഡിപ്രീസിയേഷനും അതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് അടുത്ത വർഷത്തേക്ക് നമ്മൾ അതിന് എന്ത് ചെയ്തു, ബ്രോട്ട് ഡൗൺ ചെയ്തു. ഇനി ആ 800 രൂപ, അപ്പൊ ബാലൻസ് 800 ആയി. 1000 എന്നുള്ളത് ബാലൻസ് എത്രയായിട്ട് മാറി, 200 രൂപ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തപ്പോൾ 800 ആയി. പിന്നെ ആ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നു. എത്ര രൂപ തന്നെ, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആയതുകൊണ്ട് 200 രൂപ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് ഓഫ് ചെയ്യുന്നു. അങ്ങനെ ആ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടും. എത്ര രൂപ, 600 രൂപ ബാലൻസ് കിട്ടും. 600 രൂപ. അപ്പൊ നോക്കുക, 600 രൂപ നമുക്ക് ബാലൻസ് കിട്ടും. ആ 600 നമ്മൾ അടുത്ത വർഷത്തേക്ക് വീണ്ടും ബ്രോ ഡൗൺ ചെയ്യും. തേർഡ് ഇയറിലേക്ക് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യും. കാരണം അത് 5 വർഷം അങ്ങനെ ചെയ്ത 5ാമത്തെ വർഷം അത് എന്താവും, ഈക്വൽ ആവും. പിന്നെ അവിടെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉണ്ടാവില്ല, കാരണം 1000 രൂപയുള്ളൂ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പിന്നെ കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലോസിനെ കമ്പനി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തേർഡ് ഇയറിലേക്ക് നമ്മൾ ആ ബാലൻസിനെ, അപ്പൊ നമുക്ക് അവിടെ ബാലൻസ് കിട്ടി. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ 800 രൂപ, ക്രെഡിറ്റ് സൈഡും 800ലേക്ക് ആ കൂടുതലുള്ള ടോട്ടൽ തന്നെ അപ്പുറത്തെ സൈഡിൽ എഴുതിയിട്ട് നമ്മൾ കുറവുള്ളവർക്ക് എത്ര രൂപ കുറവുണ്ട് എന്ന് നമ്മൾ നോക്കി. അപ്പോൾ 600 രൂപ നമ്മൾ ബാലൻസ് കിട്ടിയ വർഷം സെക്കൻഡ് ഇയറിൽ നിന്ന് നമ്മൾ ആ ബാലൻസിനെ നമ്മൾ തേർഡ് ഇയറിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു. അത് 600 റുപ്പീസ്, അതായത് 600 രൂപ നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു. ആ 3ാമത്തെ വർഷവും എന്ത് സംഭവിക്കുന്നുണ്ട്, റൈറ്റ് ഓഫ് സംഭവിക്കുന്നുണ്ട്. കമ്പനി എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും ഒരു 200 ഫിക്സഡ് എമൗണ്ട് കമ്പനി റൈറ്റ് ഓഫ് ചെയ്യുന്നു, 200 രൂപ. അപ്പൊ വീണ്ടും നമ്മൾ ആ വർഷം ബാലൻസ് ചെയ്യണം. അങ്ങനെ ഇവിടെ എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്ത് അത് ബ്രോ ഡൗൺ ചെയ്ത് അടുത്ത വർഷം അങ്ങനെ പോകണം. മനസ്സിലായി. ഒരൊറ്റ അക്കൗണ്ടിൽ തന്നെ 5 വർഷത്തെ കണക്ക് നമ്മൾ ചെയ്യണം. അപ്പോൾ തേർഡ് ഇയറിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് അത് നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, നമുക്കറിയാം 600 രൂപ. അതന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്കും എഴുതി. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എത്ര കുറവുണ്ട് നോക്കുക, 400 രൂപയാണ് കുറവ്. ആ 400 എന്താണ്, ബാലൻസ് ആണ്. അത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ബാലൻസ് ക്യാരി ഡൗൺ. ഇത് നമ്മൾ അടുത്ത വർഷം മീൻസ് 4th ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രോട്ട് ഡൗൺ ചെയ്യണം. ഈ തേർഡ് ഇയറിന്റെ ബാലൻസിനെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ 4th ഇയറിലേക്ക് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നു. അതുവരെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പിന്നെ എന്താ പറയുക, ഒരു ചെറിയൊരു ടോപ്പിക് ആണെങ്കിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ലോസിനെ കമ്പനി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്.
അപ്പോൾ നോക്കാം, നമ്മൾ 4th ഇയറിലേക്ക് അതിനെ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുകയാണ് 4th ഇയറിലേക്ക് ഈ 400 രൂപേനെ ബ്രോഡ് ഡൗൺ ചെയ്യുകയാണ്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് സാധാരണയായിട്ട് കമ്പനി ഉപയോഗിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെത്തേഡ് കൂടുതലായിട്ട് ഉപയോഗിക്കില്ല കമ്പനി. കാരണം അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് കമ്പനി അത് എന്ത് ചെയ്യില്ല, അധികം അത് ഉപയോഗിക്കാറില്ല. കൂടുതലും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കുകയാണ് ചെയ്യാറ്. നമ്മൾ തിയറി പറഞ്ഞ ഭാഗമാണ് ഞാൻ പറയുന്നത്. സെക്യൂരിറ്റി പ്രീമിയം, അതുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ 2 മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും അതുപോലെ തന്നെ വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ മെത്തേഡ് എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആ ബാലൻസ് എന്ത് ചെയ്തു, പ്രോബ്ലത്തിലേക്ക് വരിക. ബാലൻസ് നമ്മൾ 400 രൂപ ബ്രോ ഡൗൺ ചെയ്തു. അതിൽ നിന്ന് ആ വർഷം 4th ഇയർ, അതിൽ 3rd എന്നാണ് കാണിച്ചിട്ടുള്ളത്, അതിൽ 4th ഇയർ നമ്മൾ വീണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് 200 സാധാരണ പോലെ തന്നെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് ആയതുകൊണ്ട് ഫിക്സഡ് എമൗണ്ട് നമ്മൾ മാറ്റുകയാണ്. ക്രെഡിറ്റ് സൈഡിൽ ഇട്ടിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തു. വീണ്ടും അത് ബാലൻസ് ചെയ്യുക. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 400 രൂപ. ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. അപ്പോൾ നമ്മൾ 400 രൂപ കൊടുത്തു. എന്നിട്ട് ആ 200 രൂപ ബാലൻസ് വന്നു. ക്രെഡിറ്റ് സൈഡിൽ 200 രൂപയാണ് ബാലൻസ് വരുന്നത്. ആ നമ്മൾ അടുത്ത വർഷത്തേക്ക് 5th ഇയറിലേക്ക്, ലാസ്റ്റ് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർവേഡ് അല്ലെങ്കിൽ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ എല്ലാ വർഷവും ഡെബിറ്റ് സൈഡിൽ ആദ്യത്തെ വർഷം മാത്രം നമ്മൾ ഡിബെഞ്ചറിന്റെ ടോട്ടൽ എമൗണ്ട് കാണിക്കണം. ബാക്കി എല്ലാ വർഷവും പിന്നെ ബാലൻസ് ആണ്, ബാലൻസ് ബ്രോഡ് ഡൗൺ മാത്രമേ ഡെബിറ്റ് സൈഡിൽ വരുള്ളൂ. ക്രെഡിറ്റ് സൈഡിലാണെങ്കിലോ എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരും. അങ്ങനെ പഠിച്ചാലും മതി. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ക്യാരി ഡൗൺ മാത്രമേ വരുള്ളൂ. ഡെബിറ്റ് സൈഡിൽ ആദ്യം നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ലോസ് ഫുള്ളായിട്ട് എഴുതും, പിന്നെ ബാലൻസ് മാത്രം എഴുതാണ്ടാവുള്ളൂ. ഡെബിറ്റ് സൈഡിൽ വേറെ ഒന്നും എഴുതാനുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ 5ാമത്തെ വർഷം നിങ്ങൾ നോക്കുക. 5ാമത്തെ വർഷത്തിൽ ആ പറഞ്ഞ 200 രൂപ ടാലി ആയി അല്ലേ. 200 ബ്രോ ഡൗൺ ചെയ്തു, 200 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി. ആ 200 രൂപ എന്തായി മാറി, ടാലി ആയിട്ട് ഈക്വൽ ആയിട്ട് മാറി. ഇനി അവിടെ കൊടുക്കാല്ലേ. അങ്ങനെ 5ാമത്തെ വർഷത്തോടെ അത് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചു, പിന്നെ അത് 5 വർഷത്തേക്കായിട്ട് നമ്മൾ തുല്യമായി ഡിവൈഡ് ചെയ്തു, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആയതുകൊണ്ട്. പിന്നെ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു. എന്നിട്ട് അത് വെച്ച് നമ്മൾ ഫസ്റ്റ് എൻട്രി എഴുതി എല്ലാ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി. അങ്ങനെ നമ്മൾ ചെയ്തു പോയി. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത മെത്തേഡാണ് പഠിക്കാനുള്ളത്, വേരിയബിൾ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ മെത്തേഡ്. ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ ദിസ് മെത്തേഡ് ടോട്ടൽ ഡിസ്കൗണ്ട് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഓഫ് ഡ്യൂറിംഗ് ദി ലൈഫ് ഓഫ് ഡിബെഞ്ചർ. ഡിബെഞ്ചറിന്റെ കാലാവധിയിൽ തന്നെയാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്, നേരത്തെ പോലെ തന്നെ. ഇൻ പ്രപ്പോർഷൻ ടു ദി ഡിബെഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ഇറ്റ്. ഓരോ വർഷവും തുടങ്ങുമ്പോൾ ഉള്ള പെൻഡിങ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ന്റെ പ്രപ്പോർഷൻ ഉപയോഗിക്കും. അതായത് റേഷ്യോ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഇത് ആനുവൽ ഡ്രോയിങ്സ്, വർഷാവർഷം ചിലപ്പോൾ ഞാനിങ്ങനെ ഒരു 5 ലക്ഷം ഡിബെഞ്ചർ ഉണ്ടെങ്കിൽ, ഞാൻ ഡിബെഞ്ചർ ഹോൾഡർ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, വർഷാവർഷം എമൗണ്ട് പിന്നെ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അപ്പൊ ചോദ്യം നോക്കാം. 2015 ജനുവരി 1-ാം തീയതി ബി ലിമിറ്റഡ് ഇഷ്യൂഡ് ഡിബെഞ്ചേഴ്സ് ഓഫ് വാല്യൂ 1 ലക്ഷം രൂപയുടെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. റുപ്പീസ്, അതായത് അതിന് ഡിസ്കൗണ്ട് 6% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഡിബെഞ്ചേഴ്സ് വേർ റീപേയബിൾ ബൈ ആനുവൽ ഡ്രോയിങ്സ് ഓഫ് ₹20,000. ഡിബെഞ്ചർ എങ്ങനെയാണ് റീപേ ചെയ്യുന്നത്, അതായത് റിഡംഷൻ നടക്കുന്നത്? എല്ലാ വർഷവും 20,000 വെച്ചിട്ട് കമ്പനി എന്ത് ചെയ്യും, അത് റിഡംഷൻ നടത്തും. ഡിസ്കൗണ്ട് അല്ല കേട്ടോ, അതായത് ഡിബെഞ്ചർ റിഡംഷൻ നടത്തും എല്ലാ വർഷവും ഡിസംബർ 31-ന്. ഡയറക്ടേഴ്സ് തീരുമാനിച്ചു ടു ചാർജ്, ദി ഡയറക്ടേഴ്സ് ഡിസൈഡഡ് ടു, അവർ തീരുമാനിച്ചു എന്ത്, ടു ചാർജ് ഡിസ്കൗണ്ട് ഈച്ച് ഇയർ വിത്ത് ദി എമൗണ്ട് പ്രപ്പോർഷനേറ്റ് ടു ഡിബെഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ ദി ഇയർ. അതായത് ഓരോ വർഷവും തുടങ്ങുമ്പോൾ എത്ര പെൻഡിങ് ഡിബെഞ്ചർ കൊടുക്കാനുണ്ട്, അതിന്റെ പ്രപ്പോർഷനിൽ അല്ലെങ്കിൽ അതിന്റെ പ്രപ്പോർഷനിൽ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളോട് ഡിസ്കൗണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിബെഞ്ചർ എത്ര രൂപയുടെയാണ്, 1 ലക്ഷം രൂപയുടെയാണ്. അപ്പോൾ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ്, 6%. എങ്ങനെയാണ് പിൻവലിക്കുന്നത്, ഡിബെഞ്ചർ റീപേ ചെയ്യുന്നത്, തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്, 20,000 വെച്ചുകൊണ്ടാണ്. അപ്പൊ 20,000 വെച്ചിട്ട് എത്ര തവണ അടക്കേണ്ടി വരും, 5 തവണ അടക്കേണ്ടി വരും. എന്നാലാണ് 1 ലക്ഷം രൂപയാവുള്ളൂ. അപ്പൊ 5 വർഷം ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിബെഞ്ചർ അടയ്ക്കുന്നുണ്ട്, തിരിച്ചടയ്ക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ഡിസ്കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ നോക്കുക, ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ് നോക്കുക, 1 ലക്ഷം ഇൻറ്റു 6/100 അല്ലെ. 1 ലക്ഷം രൂപയാണ്, 6% ഡിസ്കൗണ്ട്. അപ്പോൾ 6,000 രൂപ. ഇനി നമ്മൾ ജസ്റ്റ് ഒരു കോളം, ഒരു വർക്കിംഗ് നോട്ട് തന്നെയാണ്, ജസ്റ്റ് നമ്മളൊരു കോളം വരയ്ക്കുന്നു. 5 വർഷത്തെ ആ റേഷ്യോ ഒക്കെ കണ്ടിട്ട് കണ്ടുപിടിക്കാനാണ്. ഇതിവിടെ ഡിഫറന്റ് എമൗണ്ട് ആയിരിക്കും, അല്ലാണ്ട് ഒരു കഴിഞ്ഞ കണക്കിലെ പോലെ 200 വെച്ചിട്ടാവില്ല, ഡിഫറന്റ് എമൗണ്ടുകളായിരിക്കും. അപ്പൊ നോക്കുക, ആദ്യത്തെ വർഷം
1,00,000 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ പിന്നെ 5 വർഷം കൂടി ബാലൻസ് ഉണ്ട്. അതാണ് റേഷ്യോയിൽ കാണിച്ചിട്ടുള്ള 5. ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ എമൗണ്ട് യൂസ്ഡ് 1 lakh ആണ്, 1,00,000 രൂപയുണ്ട്. അപ്പോൾ ഇനി 5 വർഷം കൊണ്ട് നമുക്കത് കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്കും അതിലത്തെ 20,000 അവർ എന്ത് ചെയ്യും, റീപേയ്മെന്റ് നടത്തും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി എത്രയുണ്ടാവുള്ളൂ, 80,000. ദെൻ മൂന്നാമത്തെ വർഷം വീണ്ടും 20,000 കൊടുക്കുമ്പോൾ ബാലൻസ് എത്രയാവും, 60,000 ആവും. പിന്നെ 3 വർഷമാണ് നമുക്ക് ബാക്കിയുള്ളൂ. ഇനി നാലാമത്തെ വർഷം നമ്മൾ വീണ്ടും 20,000 റീപേയ്മെന്റ് നടത്തും. അപ്പോൾ 40,000 ആവും. പിന്നെയും 2 വർഷമേ ബാക്കിയുള്ളൂ. അഞ്ചാമത്തെ വർഷം ലാസ്റ്റ് വർഷം 20,000 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നാലാമത്തെ വർഷം 20,000 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 20,000 ഉള്ളൂ. അപ്പോൾ 1 വർഷമേ ബാക്കിയുള്ളൂ. ആ 20,000 ലാസ്റ്റ് ഇയറിലും കൊടുക്കും. ഓക്കെ, അങ്ങനെ നമുക്കൊരു റേഷ്യോടെ കിട്ടി 5:4:3:2:1. ഓക്കെ, അതാണ് ആ റേഷ്യോയിലാണ് നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ റൈറ്റ് ഓഫ് പ്രൊസീജിയർ നടത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റേഷ്യോ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. അപ്പോൾ ആ 15 ബേസ്. ആ 15 വെച്ചുകൊണ്ട് ഈ 6,000 നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 15 വെച്ചുകൊണ്ട് ഈ 6,000 നമ്മൾ വെക്കുക. അപ്പോൾ ആദ്യത്തെ വർഷം നോക്കുക, ഫസ്റ്റ് വർഷം 6,000 6,000 ഇൻറ്റു ആ റേഷ്യോയിൽ ആദ്യത്തെ സംഖ്യ എത്ര, 5. 5 ഡിവൈഡഡ് ബൈ ബേസ് എത്രയാണ്, 15 15. അപ്പോൾ 6,000 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു 2,000 2000. അപ്പോൾ 2000 രൂപ നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഇയറിൽ 6,000 ഇൻറ്റു 4/15 അത് നമ്മൾ ചെയ്യാം. അങ്ങനെ ചെയ്തു പോവുക. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, ഓരോ വർഷവും വരുന്ന കാൽക്കുലേഷൻ എന്താണ്, ഡിഫറൻ്റ് ആണ്. അതായത് ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് എന്താണ്, ഡിഫറൻ്റ് ആണ്. അതാണ് ഈ ഒരു മെത്തേഡിന്റെ വേരിയബിൾ പ്രൊപ്പോർഷന്റെ പ്രത്യേകത. ഇത് കൂടുതലായിട്ടും ഈ വർഷം റിഡംഷൻ നടത്തുന്നത്. വർഷം നമ്മൾ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, 1,00,000 രൂപ ഡിബഞ്ചർ ഉള്ളത് എല്ലാ വർഷവും 20,000 വെച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, റീപേയ്മെന്റ് നടത്തുന്നത്. അപ്പൊ അത് വെച്ചു അങ്ങനെ വരുന്ന കേസുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൊപ്പോർഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് അങ്ങനെ ഒരു പേരും കൂടി പറയും, പ്രൊപ്പോർഷൻ മെത്തേഡ് എന്നും കൂടി പറയാറുണ്ട്. വേരിയബിൾ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്നും പറയും, അതുപോലെ തന്നെ പ്രൊപ്പോർഷൻ മെത്തേഡ് എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ ഇത് 4/15 3/15 2/15 1/15 അങ്ങനെ എല്ലാത്തിൻ്റെയും എമൗണ്ട് കിട്ടി. അപ്പോൾ കഴിഞ്ഞ കണക്കിൽ എല്ലാ വർഷവും 200 വെച്ചിട്ടാണെങ്കിൽ ഇവിടെ എല്ലാ വർഷവും എങ്ങനെയാണ്, ഡിഫറൻറ്റ് എമൗണ്ട് ആണ്. ആദ്യത്തെ വർഷം 2,000, സെക്കൻഡ് ഇയർ 1,600, പിന്നെ 1,200, പിന്നെ 800, പിന്നെ 400. അപ്പോൾ നമുക്ക് അതിന്റെ ടോട്ടൽ നോക്കിയാൽ മനസ്സിലാവും എത്ര രൂപയുണ്ട്, 6,000. നമ്മൾ 6,000 തന്നെയാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് അല്ലെ. ടോട്ടൽ ഡിസ്കൗണ്ട് 6,000 ആണ്, 6%, 1,00,000ന്റെ 6%. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതൊന്ന് കണ്ടുപിടിക്കണം. വേരിയബിൾ പ്രൊപ്പോർഷൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇതിങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രീതിയിലേക്ക് മാറ്റിയെന്ന് മാത്രം. ഇനി ആ ജേണൽ എൻട്രി നമ്മൾ നേരത്തെ കഴിഞ്ഞ കണക്കിൽ പറഞ്ഞ അതേ ജേണൽ എൻട്രി തന്നെയാണ് ഇവിടെ വരിക, മാറ്റൊന്നും വരില്ല. ഈ എമൗണ്ട് മാത്രമേ മാറ്റം വരുള്ളൂ, ബാക്കി എല്ലാ ട്രീറ്റ്മെന്റും സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്താ വരിക, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ്. ദെൻ ആ ഡിസ്കൗണ്ടിലേക്ക് ഡിസ്കൗണ്ടിനെ എഴുതി തള്ളുന്ന ജേണൽ എൻട്രി, റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ കണക്കിൽ രണ്ടാമത്തെ എൻട്രി കഴിഞ്ഞ കണക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സെയിം എൻട്രി തന്നെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ഡിബഞ്ചേഴ്സ്, ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനുവരി 1-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നു, 2015 ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തു. 6,000 രൂപയാണ് ടോട്ടൽ വരുന്നത്. ആ വർഷം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് 2,000 ആണ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് റൈറ്റ് ഓഫ് ചെയ്യുന്നതൊക്കെ വർഷ അവസാനമാണ്, 31 ഡിസംബറിലാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുക. കഴിഞ്ഞ കണക്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് കൊടുക്കാണ്ടിരുന്നത്. അപ്പോൾ 31 ഡിസംബറിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. 2,000 രൂപ റൈറ്റ് ഓഫ് ചെയ്തപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടി 4,000 രൂപയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇനി എത്രയേ ഉള്ളൂ, 4,000 രൂപയെ നമ്മൾ ഇനി റൈറ്റ് ഓഫ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ ആ സെയിം ഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ക്യാരി ഡൗൺ 4,000 അത് അടുത്ത വർഷത്തേക്ക് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യും. അതായത് 1/1/2016 ശ്രദ്ധിക്കണം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഏകദേശം ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇതിങ്ങനെ ഒരു ചെറിയൊരു ഭാഗമേ ഉള്ളൂ, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമൊന്നുമല്ല. ഈ 2 തരത്തിലുള്ള ഒരു പ്രോബ്ലം മാത്രമാണ് ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമാണിത്. അപ്പോൾ നമ്മൾ ആ 4,000 നമ്മൾ അടുത്ത വർഷത്തേക്ക് 1/1/2016 നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രോ ഡൗൺ ചെയ്യുന്നു. ഓക്കെ, എത്ര രൂപ, 4,000 രൂപ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. രണ്ടാമത്തെ വർഷത്തേക്ക്, അതായത് 2016. ഇനി ഇതേപോലെ ആ 2016 എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി
റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് സെയിം തന്നെയാണ്, നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പോലെ തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് മെത്തേഡിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിഫറൻറ്റ് എമൗണ്ടുകളാണ്. ആ ഡിഫറൻറ്റ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു വർക്കിംഗ് നോട്ട് ചെയ്തിട്ട് എന്ന് മാത്രം. ഓക്കെ, ഇനി 31 ഡിസംബർ 2016 2016 1600 രൂപയാണ് അല്ലേ. ഡിഫറൻറ്റ് വ്യത്യാസമുണ്ട്, 2000 അല്ല 1600 അപ്പോൾ 1600 നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തു. 1600 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. വീണ്ടും ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ആ വർഷം വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്യാണ്. എത്ര രൂപ വരുന്നുണ്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ പഠിക്കുന്ന ഭാഗം ട്രീറ്റ്മെന്റ് ഓഫ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ കമ്പനിക്ക് ഉണ്ടാകുന്ന ആ ഡിസ്കൗണ്ടിനെ നമ്മൾ പറയുന്ന ആ ഡിസ്കൗണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്, നഷ്ടമാണ്. ആ നഷ്ടം കമ്പനി എന്താണ് ചെയ്യാറ് എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നുകിൽ സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആദ്യത്തെ എമൗണ്ട്, നിശ്ചിത എമൗണ്ടുകളെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കാലാവധി കഴിയുന്ന അത്രയും കാലത്തോളം ചെറിയ ചെറിയ എമൗണ്ടുകളാക്കി മാറ്റിയിട്ട് അതിനെ റൈറ്റ് ഓഫ് ചെയ്യാറുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് കമ്പനി സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കമ്പനിയുടെ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റാണ്. ആ അതും ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. പക്ഷേ കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അത് എക്സ്പെൻസ് ആക്കിയിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചത്. അതിനുപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ് ഏതൊക്കെ, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും അതുപോലെ തന്നെ വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ മെത്തേഡും. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ വർഷവും, അതായത് ആ ഡിബഞ്ചർ കഴിയുന്നത് വരെയുള്ള എല്ലാ വർഷവും പോവും. അതുപോലെ തന്നെ വേരിയബിൾ ആണെങ്കിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ മെത്തേഡാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കാം, 2016 അങ്ങനെ 4000 നിന്ന് 1600 പോയി. അതിൽ ബാലൻസ് 2400 വന്നു. ആ 2400-നെ നമ്മൾ അടുത്ത വർഷത്തേക്ക് 2017 1 ജനുവരി 2017 നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തു 2400. ദെൻ ആ വർഷം അവസാനം 31 ഡിസംബർ 2016 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്യാൻ എടുത്തു. അത് 1200 രൂപയാണ്. 1200 രൂപ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. ബാലൻസ് നമുക്ക് വീണ്ടും എത്ര വന്നു, 1200 വന്നു. നമ്മൾ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു, വീണ്ടും അതിനെ ബ്രോട്ട് ഡൗൺ ബാലൻസ് 2018 നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. എത്ര രൂപ, ആ ക്യാരി ഡൗൺ എമൗണ്ട് എത്രയാണോ അത് തന്നെ 1200 രൂപ. എന്നിട്ട് ആ വർഷം നമ്മൾ ക്ലോസ് ചെയ്യാണ്. ആ വർഷം അവസാനം 31 ഡിസംബർ 2018 2018 നമ്മൾ വീണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, റൈറ്റ് ഓഫ് ചെയ്യാണ്. റൈറ്റ് ഓഫ് ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണ് നോക്കുക, 800 രൂപയാണ് വരുന്നത്. ആ വർഷം 800 രൂപയാണ് 2018, അതായത് 4ാമത്തെ വർഷം 800 രൂപയാണ് നമ്മൾ എന്ത് നടത്തുന്നത്, റൈറ്റ് ഓഫ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ആ 800 നമ്മൾ എഴുതി. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ വീണ്ടും ബാലൻസ് ചെയ്യുകയാണ്. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക നോക്കാം. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ, 1200. അപ്പോൾ 1200 നമ്മൾ അതേപോലെ രണ്ട് സൈഡിലും എഴുതുക. എന്നിട്ട് അതിൻ്റെ എത്ര ഡിഫറൻസ് വന്നിട്ടുണ്ട്, എത്രയാണ് ആ കുറവുള്ളത്, 400 രൂപയാണ് കുറവുള്ളത്. ആ 400 നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തു. ആ വർഷം അവസാനം തന്നെ ബാലൻസ് ചെയ്യുന്നതും റൈറ്റ് ഓഫ് ചെയ്യുന്നതൊക്കെ വർഷം 1-ാം തീയതിയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഇയറായി 2019 നമ്മൾ പോവുകയാണ്. ഈ 2018 ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്, 400. ആ 400 2019 ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുകയാണ്. 2019 1/1/2019 നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 400 നമ്മൾ കൊടുക്കുകയാണ്. ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് 400 നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ ആ വർഷം അവസാനവും എന്ത് ചെയ്യുന്നു, ഇത് ലാസ്റ്റ് ഇയർ ആണ്, 5ാമത്തെ വർഷമാണ്. 5ാമത്തെ വർഷം അവസാനവും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതിയിട്ട് നമ്മളതിനെ റൈറ്റ് ഓഫ് ചെയ്യും. റൈറ്റ് ഓഫ് ചെയ്തിട്ട് എത്ര എമൗണ്ട് നോക്കുക, 400 കണ്ടോ, ലാസ്റ്റ് എമൗണ്ട് സെയിം എമൗണ്ട് തന്നെ വന്നു. ആ ബാലൻസ് എമൗണ്ട് തന്നെയാണ് ഇവിടെ വന്നത്, കഴിഞ്ഞ കണക്ക് പോലെ തന്നെ. അങ്ങനെ 400 വന്നു. ആ 400 നമ്മൾ എഴുതിയിട്ട് അത് ഈക്വലാക്കി. അവിടെ ദർ ഈസ് നോ ഡിഫറൻസ്, അവിടെ വ്യത്യാസമില്ല. അവിടെ എന്ത് വന്നു, ഈക്വലായി, രണ്ട് സൈഡും ഈക്വലായി. അതോർക്കാൻ ആ പ്രോബ്ലം നമ്മളെ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഞാനത് ക്ലിയർ ചെയ്ത് തരാം. രണ്ട് മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും വേരിയബിൾ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഏതെങ്കിലും എമൗണ്ട് കിട്ടുന്നതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു.